അങ്ങനെ ഇന്ത്യയിലും ജെൻസി പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയല്ല, ലഡാക്കിലാണ് നടന്നിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമാണ്, BJPയുടെ സർക്കാർ ഇപ്പം ഭരിക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ സംസ്ഥാന പദവി വേണമെന്നും പറഞ്ഞിട്ട് ഇപ്പം അടുത്ത് തുടങ്ങിയൊന്നുമില്ല, കുറച്ചായിട്ട് അവിടുത്തെ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. BJPയുടെ അവിടുത്തെ ഓഫീസെല്ലാം ആളുകൾ കത്തിച്ചു കളഞ്ഞു. CRPF ജവാന്മാർക്കെതിരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ 5 മരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പ്രക്ഷോഭക്കാരിൽ 5 പേര് മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രക്ഷോഭം കനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേപ്പാളിൽ ഈ ഒരു പ്രക്ഷോഭം വന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും BJP സർക്കാരിനെതിരെ പല രീതിയിലും ജനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നുണ്ട്. അത് എവിടെയൊക്കെ എപ്പോൾ പൊട്ടും എന്ന് വലിയ ഉറപ്പില്ല എന്നുള്ള രീതിയിൽ പലരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു, ന്യൂസിലും മറ്റു പല രാഷ്ട്രീയ നിരീക്ഷകരും. അതിലിപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ BJP നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിലാണ് ഇത് പൊട്ടിയത്. ഇപ്പം ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടുത്തെ ഈ ജെൻസി നേതാവ് 15 ദിവസത്തോളമായിട്ട് അവിടെ നിരാഹാര സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്നായിരുന്നു കംപ്ലീറ്റ്ലി അതൊരു അക്രമാസക്തമായിട്ട് മാറിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 5 പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതൊരു വലിയ പ്രക്ഷോഭത്തിലോട്ട് പോകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ പട്ടാളം അതിനെ അടിച്ചമർത്തോ, ഏത് രീതിയിലോട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പട്ടാളം ഏത് രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന അറിയില്ല. വാർത്തയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ വൻ പ്രതിഷേധം. BJP ഓഫീസും CRPF വാഹനത്തിനും പ്രതിഷേധക്കാർ തീയിട്ടു. സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുകിന്റെ നേതൃത്വത്തിൽ 15 ദിവസമായി പ്രതിഷേധം നടന്നു വരികയാണ്. കേന്ദ്ര സർക്കാരും ഭരണകൂടവും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. വിനീത വിജിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ. വിനീത, ഈ പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നിരോധനാജ്ഞ കൂടി വരികയാണല്ലോ ലയിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ്, ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയും അത് ആക്രമണങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലേയിൽ ആൾക്കൂട്ടം കൂടി നിൽക്കുന്നത്, അത് 5 പേരിൽ കൂടുതലുള്ള ആൾക്കൂട്ടങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങളൊക്കെ നടത്തരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിനും മാർച്ചുകൾ, റാലികൾ എന്നിവ അനുവാദമില്ലാതെ അത്തരം മാർച്ചുകളോ പരിപാടികളോ സംഘടിപ്പിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ച മുതലാണ് ഈ പ്രതിഷേധം. ആദ്യഘട്ടത്തിലൊക്കെ സമാധാനപരമായിട്ട് നീങ്ങിയ ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ അത് പിന്നീട് വലിയ ഒരു അക്രമത്തിലേക്കൊക്കെ ആ കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുകിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 15 ദിവസമായി അവിടെ നിരാഹാര സമരവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ നിരാഹാര സമരം നടത്തിയ അതിൽ 2 പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും പിന്നീട് അവരെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്കൊക്കെ തന്നെ മാറ്റുകയും ചെയ്തു. പിന്നാലെ തന്നെ അവിടെ ഇന്ന് ബന്ദിനും ഒപ്പം തന്നെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിനും ഒക്കെയുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനിടയിലാണ് പിന്നീട് അത് കൂടുതൽ ഒരു അതിൽ കടന്നു പോകുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം നീങ്ങുന്നത്. BJP ഓഫീസിലെ പ്രവർത്തകർ തീയിട്ടു. ഒപ്പം തന്നെ CRPFന്റെ ഒരു വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. പല കെട്ടിടങ്ങളും ഒപ്പം തന്നെ നിരവധി വാഹനങ്ങൾക്കും ഒക്കെ നേരെ പ്രവർത്തകർ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുമുണ്ട്. ആ പ്രതിഷേധം കൂടുതൽ ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് കൂടുതൽ സുരക്ഷാ സേനയെ അടക്കം അവിടേക്ക് എത്തിക്കുകയും ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു കൂടുതൽ ഒരു സമാധാനത്തിലേക്ക് പോകാനൊന്നും അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു സംസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക അധികാരം നൽകണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെ അവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്മേലുള്ള ചർച്ചകൾ നടക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിൽ ലേ അപെക്സ് ബോഡി ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് സംഘങ്ങളുമായൊക്കെ നേരത്തെ കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ 6-ന് ഈ ചർച്ചകൾ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. സംസ്ഥാന പദവി വേണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ അംഗങ്ങൾ വീണ്ടും ഉന്നയിക്കും. എന്താ പറയുക, നേപ്പാളിലെ ഒരു ഇഷ്യൂ എന്ന സമയത്ത് പല ആളുകളും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് BJPയുടെ നേതാക്കൾ തന്നെ ജെൻസി എന്ന് പറഞ്ഞ ഒരു സംഭവം രാജ്യത്തിന് എന്താ പറയുക, രാജ്യവിരുദ്ധരാണ്, ജെൻസി എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ജെൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ഒരു യുവ എന്താ പറയുക നിരയാണ്, അല്ലെങ്കിൽ 13 മുതൽ ഏകദേശം 25-27 വയസ്സ് വരെയുള്ള നാട്ടിലെ യുവാക്കളാണ് ജെൻസി എന്ന് പറയുന്നത് പോലും അറിയാത്ത നമ്മുടെ BJPയുടെ നേതാക്കളായിരുന്നു. ജെൻസി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക വിഭാഗമാണ്, അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രവിരോധമുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടിരുന്നു. കാരണം ഇപ്പോഴത്തെ യുവനിര എത്രത്തോളം BJP സർക്കാരിന് അല്ലെങ്കിൽ BJP അജണ്ടകളെ എത്രത്തോളം പ്രതിരോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ എത്രത്തോളം ശബ്ദം ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ നമ്മുടെ BJP നേതാക്കന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെൻസിനെ അവർ ഒരുപാട് പേടിച്ചതും മറ്റ് ജെൻസി അല്ലാത്ത കുറച്ച് മുതിർന്നവരും ചെറിയ സംഗീതലി മൂത്ത കുറേ എണ്ണം എന്താ പറയുക, എന്ത് BJPക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് എന്താ പറയുക, അവർക്ക് എന്തും പറയാം, ഈ നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അതല്ല ജെൻസി ആളുകൾ ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ കൂടുതൽ രാഷ്ട്രീയം എന്താണെന്നുള്ളത്, രാജ്യത്ത് നടക്കുന്ന പുരോഗതി എന്താണ് എന്നുള്ളതും വിലയിരുത്തുന്നത് കൊണ്ട് തന്നെ ജെൻസിനെ പേടിക്കുന്നവരായിരുന്നു നമ്മുടെ BJPയിലുള്ള എല്ലാ നേതാക്കന്മാരും. അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ തന്നെയാണ് നമ്മൾ
ഇപ്പം ഈ നേപ്പാളിൽ കണ്ട പോലെ ഒരു ജൻസി കലാപം വന്ന് അവിടെ മൊത്തത്തിൽ ഭരണം വരെ താഴ്ത്തിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ലഡാക്കിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യം, എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ജനവിഭാഗം മരണത്തിന് പോലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങിയിട്ട് പല കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതുമാണ്. പേടിക്കേണ്ടതിൻ്റെ കൂടെ തന്നെ അവരെ ഇറങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് എന്താണെങ്കിലും നമ്മുടെ രാജ്യത്തിന് മോശമായിട്ടുള്ള രീതിയിലോട്ടൊന്ന് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കട്ടെ. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഭരണം അല്ലെങ്കിൽ ആ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ ഇച്ചിരിയെങ്കിലും ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പം ഇനി എന്തായാലും വരും, നമുക്ക് നോക്കാം.